മറ്റേ നാട് വിട്ട് പോണോലുണ്ടല്ലേ? അതെ, നാട് വിട്ടുപോയി മേക്കപ്പ് ചെയ്തിട്ട് ഒരെട്ടിന്റെ പണിയായിട്ടാണ് ട്ടോ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. എന്റെ ബ്രൈഡിന് മേക്കപ്പ് ചെയ്യുമ്പോൾ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പാടില്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ട്രാവൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് ട്രാവൽ വീഡിയോ ആയിട്ടല്ല ട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനും എനിക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. തമിഴ്നാട് ചെങ്കൽപ്പെട്ടിലാണ് കേട്ടോ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നത്. ഒരു 2 വീക്ക് ഗ്യാപ്പിലാണ് കേട്ടോ എനിക്ക് ഈ വർക്ക് ബുക്കിംഗ് വരുന്നത്. ബ്രൈഡ് ഓൾറെഡി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഇവരുടെ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തു. അതുകൊണ്ടിട്ട് ഇവരെന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് വേഗം ബുക്ക് ചെയ്യായിരുന്നു കേട്ടോ ചെയ്തത്. ഇവർക്ക് 2 ലുക്കാണ് ഉണ്ടായിരുന്നത്. വെഡ്ഡിങ്ങും പിന്നെ റിസപ്ഷൻ ലുക്കുമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ വളരെ കുറഞ്ഞ ബഡ്ജറ്റിലാണ് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്തു കൊടുത്തത്. തമിഴ്നാട്ടിൽ ഞാൻ ഇതിനു മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എമൗണ്ടിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്. അവർ ഒരുപാട് എന്നോട് വിഷമിച്ച് കുറേ കാര്യങ്ങളൊക്കെ അവരോട് പറയുണ്ടായി. ഓൾറെഡി അവർ പേയ്മെൻറ്റ് ഒരാൾക്ക് കൊടുത്തു, കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി വെച്ചു, അങ്ങനെയല്ല. അപ്പം ഇമോഷണലി ആണ് ഞാൻ ഈ ആളുമായിട്ട് ശരിക്കും പറഞ്ഞാൽ കണക്റ്റ് ആയതെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് കുറവാണെങ്കിലും ഞാൻ ഈ വർക്ക് ചെയ്തു കൊടുക്കാമെന്ന് അവരോട് പറഞ്ഞു. ട്രാവൽ എമൗണ്ട് സെപ്പറേറ്റ് വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരത് ശ്രദ്ധിക്കാതെ ടോട്ടലി ഇതാണ് എമൗണ്ട് എന്ന് അങ്ങ് ഫിക്സ് ചെയ്തു. പിന്നെ ഞാൻ ട്രാവൽ പറഞ്ഞപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് ഇവർ പറയുണ്ടായി. ഞാൻ ഓൾറെഡി ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തപ്പോൾ തന്നെ. പിന്നെ അവർ അവിടെ വന്നിട്ട് ട്രാവൽ എമൗണ്ട് നമുക്ക് സെൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ സെറ്റ് ചെയ്തു കേട്ടോ. ഇയാൾക്ക് 2 ലുക്കുള്ളത് കൊണ്ട് തന്നെ ഓഫർ പാക്കേജ് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ നോർമലി ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആകും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെയർ എക്സ്റ്റൻഷൻ ഞാൻ എൻ്റെ പാക്കേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അല്ലാന്നാണെങ്കിൽ അത് സെപ്പറേറ്റ് വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി ഇയാളൊരു ഹെയർ എക്സ്റ്റൻഷൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് തിക്നെസ് പോരാ, അതുകൊണ്ട് എന്നോട് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും ആൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്ത് ആളെല്ലാം ഓക്കെ പറഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് പോയതാണ് കേട്ടോ. ആളെന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറയും, കറക്റ്റായിട്ട് വരില്ലേ, നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിക്കോളാം, നിങ്ങൾ ഇത്രയും ദൂരെ വന്നെന്ന് വിചാരിച്ചിട്ട് ടെൻഷനൊന്നും വേണ്ട, ഞങ്ങൾ നല്ല രീതിയിൽ നിങ്ങളെ നോക്കിക്കോളാം എന്നൊക്കെയാണ് കേട്ടോ ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ചെങ്കൽപ്പേട്ടയിലേക്ക് ചുറ്റി പോകുന്ന ട്രെയിനാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് നമുക്കൊരു 18-19 അവേഴ്സ് നമുക്ക് ട്രെയിനിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ആപ്പിള് അത് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എത്തുന്നതിന് മുന്നേ നമ്മൾ അവരെ വിളിച്ച് പറഞ്ഞു സ്റ്റേഷനിൽ വണ്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പക്ഷെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ നമ്മൾ ഒരു 20 മിനിറ്റ്സും കൂടെ വെയിറ്റ് ചെയ്യണം. ട്രെയിൻ അവർക്ക് വണ്ടി അവിടെ ഇപ്പോൾ അവൈലബിൾ അല്ലാന്ന്. പിന്നെ നമ്മൾ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ടില്ല, ഭയങ്കര ക്ഷീണമാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അയ്യോ അത്ര നേരം വെയിറ്റ് ചെയ്യണം, വേറെ വഴിയില്ലെന്ന് അവർ നമ്മളോട് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും അന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്കറിയാത്തൊരു സ്ഥലമാണ്. എങ്കിലും ഞങ്ങൾ ആ സാധനങ്ങളൊക്കെ ഒരുപാട് ലഗേജ് ഉണ്ടായിരുന്നു. 2 ട്രോളി, ലൈറ്റ്, സ്റ്റാൻഡ്, നല്ല വെയിറ്റുള്ള ഐറ്റംസ് ആണ്. അത് വലിച്ചിട്ട് നമ്മൾ മെയിൻ റോഡിലേക്ക് പോയി. നല്ല തിരക്കുള്ള റോഡായിരുന്നു. അവിടെ നമ്മൾ പോയൊരു കട കണ്ടുപിടിച്ചിട്ട് അവിടെ കയറി നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. കടയിലിരുന്ന് ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു കേട്ടോ, അവർ വണ്ടി ഇപ്പോൾ വിടുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെയാണ് അവർ പറയുന്നത് വണ്ടിയില്ല, നിങ്ങളൊരു ഊബർ വിളിച്ചിട്ട് പോന്നോളൂ എന്ന്. അവർക്ക് അവിടെ വേറെ എന്തോ ആപ്ലിക്കേഷൻ ഓലയാണെന്ന് തോന്നുന്നു, അത് നിങ്ങൾ വിളിച്ചിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. എൻ്റെ ഫോണിലുള്ള ആപ്ലിക്കേഷൻ ഊബർ ആയിരുന്നു. അപ്പം ഞാൻ ഊബറാണ് കണക്ട് ചെയ്തത്. അത് കണക്ട് ചെയ്തിട്ടാണെങ്കിൽ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വണ്ടി വന്നത്. ഒരു ദിവസം ഫുള്ള് ട്രെയിനിലായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ നല്ല ടയേർഡായിരുന്നു. ഒന്ന് ഫ്രഷ് ആയിട്ട് പോലും ഇല്ല. അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും സഹിച്ചിട്ടാണ് കേട്ടോ അവിടെ വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ ഊബർ വന്നിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 1.5 hours എങ്കിലും അതിൻ്റെ ഉള്ളിൽ ടൈം കാണിക്കുന്നുണ്ടായിരുന്നു ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പോൾ നമ്മൾ ലേറ്റ് ആകുന്നത് എന്തുകൊണ്ടാണ്, നിങ്ങൾ വേറെ ഏതോ വഴിയാണ് പോയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ബ്രൈഡ് ഇടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. എത്രയാണ് അവരെ എമൗണ്ട് കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു 1100 ആണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇത്ര എമൗണ്ട് ഒന്നും അവിടത്തേക്ക് വരത്തില്ല, നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കൂ എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തോ ബാഡായിട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവരെ വിശ്വസിച്ച് ഇത്രയും ദൂരം വരുന്നപ്പോൾ അവർക്ക് നമ്മളെ വിശ്വാസം ഇല്ലാത്ത പോലെ ഒരു സംസാരം. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ പേയ്മെന്റ് പറഞ്ഞപ്പോൾ അവർക്ക് ഇത്രയും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഡ്രൈവറുമായിട്ട് ഭയങ്കര ബഹളമായിരുന്നു. എന്നോട് ചോദിക്കുക, നിങ്ങൾ എന്തിനാ ഊബർ എടുത്തിട്ട് വന്നത്, ഒല എടുക്കാനല്ലേ പറഞ്ഞത്, ഒരു എമൗണ്ട് കൂടുതലാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണ് എന്നോട് ഒരുമാതിരി സംസാരമായിരുന്നു. എനിക്ക് അപ്പം തന്നെ ഫുള്ള് ബാഡായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇതാ റൂമിലെത്തി. നേരത്തെ കാണിച്ച ബിൽഡിംഗ് ഉണ്ടല്ലോ അതല്ലായിരുന്നു കേട്ടോ, വേറൊരു ബിൽഡിങ്ങിലാണ് നമുക്ക് അവർ റൂമൊക്കെ തന്നു. റൂം കണ്ടപ്പോൾ തന്നെ സമാധാനമായി. നമ്മൾ ഫ്രഷ് ആവാൻ തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് കുറച്ച് പേരെയും കൂടെ നമ്മൾ റൂമിലേക്ക് ആഡ് ചെയ്യുമെന്ന് അവർ ചോദിച്ചു കേട്ടോ.
അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അനിയനും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അനിയനെ വേറെ റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പം പറ്റത്തില്ല, പ്രൈവസി വേണമെന്ന് പറഞ്ഞു. അതിനെന്ത് ചെയ്തു അവർ, നമ്മൾ ഈ റൂമിൽ നിന്ന് മാറ്റി ഇതുപോലത്തെ വേറൊരു റൂം അപ്പുറത്തുണ്ട്, അവിടെ AC കാര്യങ്ങളൊന്നുമില്ല, അവിടേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. ചെറിയൊരു വിഷമായെങ്കിലും ഞാൻ അതത്ര മൈൻഡ് ആക്കിയില്ല കേട്ടോ. ഇതൊരു റിസോർട്ടാണ് കേട്ടോ. നമ്മൾ എത്തിയതിന് ശേഷമാണ് പെണ്ണും വീട്ടുകാരൊക്കെ വന്നത്. അപ്പോൾ തലേദിവസം ഞാൻ രാത്രി അവിടെ ചെന്നിട്ടാണെങ്കിലും ബ്രൈഡിനെ ഇതുവരെ കണ്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫോൺ വിളിച്ചിട്ട് സംസാരിച്ചു, നാളെ എത്ര മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം, എത്ര മണിക്ക് ഫിനിഷ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആൾക്ക് 5:30ക്ക് ഫിനിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കോണ്ടാക്ട് ചെയ്ത ടൈമിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു 4-4.5 മണിക്കൂറെങ്കിലും എല്ലാം കൂടെ വേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ ബ്രൈഡ് പറഞ്ഞു ഓക്കെ, എല്ലാം സെറ്റാണ് ചേച്ചി, നമുക്ക് ടൈം എടുത്ത് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ടൈം പറഞ്ഞപ്പോൾ 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു എന്തോ ഫംഗ്ഷൻ ഉണ്ട്, അവർക്ക് എന്തായാലും ഒരു 2:30ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു 2:30 എന്ന് പറയുമ്പോൾ നിങ്ങൾ റൂമിൽ 2:30ക്ക് വന്നാൽ മതി, 2:30ക്ക് പ്രോഗ്രാം കഴിയുള്ളൂ, എന്തോ ഒരു ചടങ്ങാണ്, അത് കഴിയുള്ളൂ, ഞാൻ കുളിച്ചിട്ട് ഒരു 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. 3 മണി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഡിലേ ആയി, മാക്സിമം സ്പീഡ് ആക്കണം എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ. 3 മണിയായിട്ടും ഞാൻ ആളെ വിളിച്ചിട്ട് ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. ആള് ഫ്രീ ആയിട്ടില്ല, അവിടെ ചടങ്ങ് ലേറ്റ് ആയിട്ടാണ് നടക്കുന്നതെന്നാണ് ആള് പറഞ്ഞത് കേട്ടോ. ഞാൻ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്തു. എനിക്ക് പിന്നെ ടെൻഷനായി, ഞാൻ അസിസ്റ്റൻസിനെ ആരെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ടൈം ഉണ്ടല്ലോ, എനിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നാ ഓർത്തത്. കണ്ടോ, ഈ ടൈം ആയിട്ടും ഞങ്ങൾ വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ ടൈം കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിയിട്ട്, റൂമിൽ ചെന്നപ്പോൾ അവരെ റിലേറ്റീവ്സ് മൊത്തം ആ റൂമിലുണ്ട്, കട്ടിലും താഴെയൊക്കെ ആയിട്ട് എല്ലാവരും ഉറങ്ങുമായിരുന്നു. പിന്നെ അവർ നമ്മൾ വന്നതിന് ശേഷമാണ് അവരെ എണീപ്പിച്ച് വിട്ടത്. പിന്നെ നമ്മൾക്ക് ട്രോളി ഓപ്പൺ ചെയ്ത് പ്രൊഡക്ട്സ് എല്ലാം എടുത്ത് വെച്ചു. പെണ്ണിൻ്റെ ഫേസിലാണെങ്കിൽ ഫുൾ മഞ്ഞളായിരുന്നു. നമുക്കതൊക്കെ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ടെൻഷനായി. നമുക്ക് ടൈമില്ല, ഒരുപാട് ഡിലേ ആയി. വേഗം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. മേക്കപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത് മുൾമുനയിൽ നിർത്തിയിട്ടായിരുന്നു കേട്ടോ. അത്രയും അവർ നമ്മളെ ടെൻഷൻ ആക്കിയിട്ടുണ്ടായിരുന്നു. വീട്ടുകാർ, റിലേറ്റീവ്സിൻ്റെ ഒക്കെ കിടന്നുള്ള ഒച്ചയും ബഹളമൊക്കെ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. എൻ്റെ ലെൻസും ലാഷും അതൊക്കെ അടങ്ങിയ ഒരു പൗച്ച് ഉണ്ടായിരുന്നു, അതെല്ലാം ആരോ എടുത്തിട്ട് പോയി. നമ്മൾ പാക്ക് ചെയ്തപ്പോഴൊന്നും ആ സാധനം കിട്ടിയില്ല. അവരോട് ചോദിച്ചിട്ടാണെങ്കിലും ആരുടെ കയ്യിലും ഇല്ല എന്നും പറയുന്നു. പിന്നെ എന്ത് ചെയ്യാനാ, നമ്മൾ കൊണ്ടുവന്ന ആ പെൺകുട്ടിക്ക് വെച്ചു കൊടുത്ത ഐറ്റമാണ്, ബാലൻസ് ഒന്നും കാണുന്നില്ല. റിസപ്ഷൻ മേക്കപ്പിന് മുന്നേ തന്നെ ഫുൾ എമൗണ്ട് ബാലൻസ് സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും അവർ ചെയ്തില്ല. എന്നിട്ടും നമ്മൾ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തു. നമ്മളെ കൊണ്ടുവിടാനാണെങ്കിലും അവർ കറക്റ്റായിട്ട് വണ്ടി അറേഞ്ച് ചെയ്തില്ല. നമ്മുടെ ട്രെയിൻ മിസ്സായി. അവിടെ ചെന്നിട്ടാണെങ്കിലും വേറെ ട്രെയിൻ ഉണ്ടായിരുന്നില്ല. രാത്രി 12:30ക്കൊക്കെ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. 4 മണിക്കാണ് വെളുപ്പിനെ അവിടെ നിന്ന് ഒരു ട്രെയിൻ കിട്ടിയത്. അതും ജനറലാണ് കേട്ടോ വന്നത്. കാല് കുത്താൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. ഒരുപാട് നിന്ന് കേരളം എത്താറായപ്പോഴാണ് കേട്ടോ ആക്ച്വലി നമുക്ക് സീറ്റ് വരെ കിട്ടിയത്. നമ്മളവിടെ പേയ്മെന്റിന് വെയിറ്റ് ചെയ്തിട്ട് പേയ്മെന്റ് തന്നില്ല. നമ്മുടെ ട്രെയിനും മിസ്സായി. തമിഴ്നാട്ടിൽ ഞാൻ ഇതിനു മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. ആരും നമ്മളോട് ഇതുപോലെയൊന്നും ബിഹേവ് ചെയ്തിട്ടില്ല കേട്ടോ. നല്ല കസ്റ്റമർ ആയിരുന്നു എല്ലാവരും. ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞതിന് ശേഷം പേയ്മെന്റ് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് എക്സ്റ്റൻഷൻ ഇതിനകത്ത് ആഡ് ചെയ്തൂടെ, ഞാൻ വന്നത് കൊണ്ടിട്ട് അവർക്ക് ഇത്രയും എക്സ്പെൻസ് ആയി, അതായത് റൂമിന് എക്സ്പെൻസ് ആയി, ട്രാവൽ എക്സ്പെൻസ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മേക്കപ്പ് റേറ്റിൽ നിന്ന് ഇതെല്ലാം കുറയ്ക്കണം എന്നാണ് അവർ പറയുന്നത്. ഹെയർ എക്സ്റ്റൻഷൻ എങ്കിലും നിങ്ങൾക്ക് ഇതിലൊന്നും ആഡ് ചെയ്ത് തന്നൂടെ, എല്ലാം ഓക്കെ പറഞ്ഞിട്ടാണ് ഞാനെല്ലാം ചെയ്തത്. എന്നിട്ട് ഓരോ കുറ്റവും കുറവും, നിങ്ങൾ പൗച്ച് കാണാതെ പോയി എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടിട്ട് അവരെ ഫാമിലിയിൽ കുറച്ച് പ്രശ്നമായി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെയ്ത വർക്ക് ചെയ്യുന്നവർ ഡിസ്കൗണ്ട് ചോദിക്കുകയാണ്. ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടാതെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്കൊന്നും അവർക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർ കറക്റ്റായിട്ട് എനിക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്തില്ല കേട്ടോ. ഔട്ട് ഓഫ് സ്റ്റേറ്റ് നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ വർക്കിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എമൗണ്ട് വാങ്ങിക്കുക, എന്നിട്ട് വർക്ക് ചെയ്യുക കേട്ടോ.